തത്സമയം ശ്രീ ചന്ദ്രബാബു, ഈ ഹർത്താൽ വിരുദ്ധ എന്ന് പറയുമ്പോൾ അത് UDF നടത്തുമ്പോൾ മാത്രമാണോ അങ്ങനെ ഒരു ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു? ഹർത്താൽ UDF ആഹ്വാനം ചെയ്ത് നടത്തുന്നതായാലും ശരി, LDF ആഹ്വാനം ചെയ്ത് നടത്തുന്നതായാലും ശരി, ഞങ്ങൾ ഹർത്താലിനെ ശക്തിയൊക്കെ എതിർക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഹർത്താൽ ഒരു സമരമുറയേ അല്ല. കാരണം ഒരു സമരമുറ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രശ്നം ഉന്നയിച്ച സംഘടനയോ അല്ലെ ഒരു യൂണിറ്റിന്റെയോ പിന്നിലുള്ള പ്രവർത്തകർ വളരെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിച്ച് ഒരു വിജയം വരെ സമരം ചെയ്യുന്ന അങ്ങനത്തെയാണ് സമര രീതി. ഇത് കേവലം രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന എന്തോ ഒരു പണ്ടുകാലത്തെ നിർത്തേണ്ട ഒരു അപരിഷ്കൃതമായ ഒരു രീതിയാണ്. കാരണം ഇവിടെ ഇന്ന് ഞങ്ങൾ നിങ്ങളെല്ലാവരും ഈ പ്രേക്ഷകരെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഒരുതരം കാലം രീതിയിൽ ജനങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദി. അതുകൊണ്ട് ജനങ്ങളെ മേലെ എല്ലാം വെട്ടിവെച്ച് അവരെ വളരെയധികം ദുരിതത്തിലേക്ക് തള്ളി നീക്കുന്ന ഇത്തരം സമ്പ്രദായം ഒരു കാലത്തും ഈ ആധുനിക കാലഘട്ടത്തിൽ പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത ഒരു സമരരീതി. ചന്ദ്രബാബു, വളരെ വ്യക്തമാണ്, ശരിയുമാണ് താങ്കളുടെ നിലപാട്. പി തങ്കച്ചൻ UDF കൺവീനർ നമ്മളൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി തങ്കച്ചൻ, അല്പം മുമ്പ് സംസാരിച്ച വ്യക്തി ശ്രീ ചന്ദ്രബാബു, ഹർത്താൽ വിരുദ്ധ മുന്നണിയുടെ പ്രതിനിധീകരിച്ച് ചർച്ചയ്ക്കെത്തിയ ആളാണ് അദ്ദേഹം. പറയുന്നത് ജനങ്ങളാണ് ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം എന്ന മട്ടിൽ ജനങ്ങൾക്ക് മേൽ കല്ലെറിയുന്നു, ജനങ്ങളുടെ മേൽ അക്രമം അഴിച്ചുവിടുന്നു എന്നുള്ളത് അത് ഒരു ശരിയായ പ്രസ്താവനയല്ല. ആ രീതിയിൽ ഒരു വാദം വരുന്നു, താങ്കൾ എങ്ങനെ പ്രതിരോധിക്കുന്നു?